ഹായ് ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ഒരാളെ സർപ്രൈസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ വഴിയേ പറയാമേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കും കൂടെ ചെയ്യുക. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. നമ്മൾ വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ മധുരക്കിഴങ്ങ് വിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ 3 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. 100 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മേടിച്ച് നമ്മൾ നേരെ പോയത് അഞ്ചലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അഞ്ചൽ ഓക്സിജനിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൊബൈലാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 15,000 രൂപ ബഡ്ജറ്റിനകത്ത് വരുന്നൊരു ഫോണാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. അപ്പോൾ 1-2 ഫോണൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ റേറ്റ് കുറച്ച് കൂടിയും കുറഞ്ഞും അങ്ങനെ നമ്മളിപ്പം വിവോ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവന് ഫോൺ പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് പെട്ടെന്ന് ഫോൺ മേടിച്ച് നമ്മളെ സർപ്രൈസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓപ്പോയും റെഡ്മി, വിവോ ഒരുപാട് സെറ്റ് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിവോ തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഫോണിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനൊന്നും അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതലൊന്നും പറയാത്തത്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഈ ഫോൺ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഈ ഫോണിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് നമ്മൾ ഐശ്വര്യാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് ഒരു ഫോൺ കേസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കില്ല, അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത ശേഷം ഇത് ഒരു 15,500 സംതിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബില്ലെല്ലാം പേ ചെയ്ത ശേഷം നമുക്ക് സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിച്ച ശേഷം നമ്മൾ പിന്നെ കേസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റിബൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റിബൺ കൂടെ അതിൽ കെട്ടി തരാനായിട്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കാമല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു രീതിയിൽ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിബണൊക്കെ ആ ചേട്ടൻ കെട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ നമുക്ക് കുറച്ചധികം കാര്യങ്ങളും ഒക്കെ അവരിങ്ങനെ പറഞ്ഞ് നമുക്ക് ഇതൊക്കെ അതിൻ്റെ പേപ്പേഴ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം സൂക്ഷിച്ച് വെക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്കൊരു കവറിലൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചട്ടാ ബേബി പറഞ്ഞ ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിങ്ങനെ പോയ സമയത്താണ് കേട്ടോ വണ്ടി എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ബുള്ളറ്റ് കൊണ്ട് എൻ്റെ ബാക്കിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ അവിടുത്തെ ചേട്ടന്മാരാണ് കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കേക്ക് വേണമെന്ന്. അങ്ങനെ നമ്മൾ കേക്ക് വാങ്ങിക്കാനായിട്ട് നമ്മൾ ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റായിരുന്നു കേക്കിനൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും 1/2 kg ആണ് നമ്മൾ മേടിക്കുക. പിന്നെ എനിക്ക് അറിയാം അവളത് കഴിക്കില്ല എന്ന്. പിന്നെ ഇങ്ങനെ പീസാക്കി വെച്ചേക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് 4 പീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും ഐശ്വനും ഉമ്മച്ചിക്കും പിന്നെ അനിയനും. അങ്ങനെ നമ്മൾ 4 പീസ് കേക്കൊക്കെ മേടിച്ച ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എന്തായാലും ഫോണൊക്കെ മേടിച്ച് നമ്മൾ ആശ്മിനെ സർപ്രൈസ് ചെയ്യാൻ പോകണില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് വരുന്ന വഴിക്ക് എന്തായാലും നമുക്ക് മന്തി കൂടെ മേടിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ മന്തി മേടിക്കാനാണ് നമ്മൾ സ്ഥിരം വരുന്ന ഷോപ്പിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്നൊരു പുഡിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മാംഗോ പുഡിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മേടിച്ചെങ്കിലും നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം അവിടെ ഇവിടെ എല്ലാം ഒഴിച്ച് കളഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം ഐഷ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ മേടിച്ച ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഫ്രൂട്ട്സ് മേടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വേണ്ട തൊട്ടടുത്ത് തന്നെ ഷോപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പഴവും പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച ശേഷം നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഉറപ്പായിരുന്നു അവൻ ശരിക്കും ഞെട്ടുന്നുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും എന്ത് പറഞ്ഞ് തുടങ്ങണമെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ. അവനെന്തായാലും ശരിക്കും എന്തായാലും നല്ല സർപ്രൈസ് ആവും. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ വന്ന സമയത്ത് അവൻ നല്ല ഉറക്കമായിരുന്നു. അപ്പം കവർ കൊടുത്തപ്പോൾ തന്നെ അവനൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൻ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ഒരു ഷർട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ അവന് കൊടുത്തപ്പോൾ അവൻ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു വീഡിയോ ഒക്കെ എടുത്തു. അപ്പം അവന് ഫോണൊക്കെ നോക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ കേസൊക്കെ ഇഷ്ടപ്പെട്ടു. ഫുൾ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. അവൻ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഇതല്ല, ഇത് ഞാൻ രണ്ടാമത് ഞങ്ങൾ വീണ്ടും എടുത്തൊരു വീഡിയോ ആണ്. അവൻ ആദ്യം കൊടുത്ത സമയത്ത് ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച ഫോണെന്ന് പറയുന്നത്. നല്ല ഫോണാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കളറും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോണിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കൂടുതലായിട്ട് പറയാനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ.
അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ചു. ആയിഷുവിന് കൊടുത്തു. ആയിഷുവിനും ഞാനും ഉമ്മച്ചിയും ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴയും നല്ല അടിപൊളി കേക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കേക്ക് നമ്മൾ മേടിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ കേക്ക് മേടിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വൈകുന്നേരം പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ആശുവിനെ സർപ്രൈസ് ചെയ്ത് സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ കേക്കെല്ലാം കഴിച്ച ശേഷം രാത്രിത്തേക്ക് നമ്മൾ മന്തി മേടിച്ച് വന്നിട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിക്കട്ടെ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഫേവറേറ്റ് മന്തിയാണ് കേട്ടോ ഇത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി മന്തിയാണ്. അപ്പോൾ ഇന്നത്തെ സർപ്രൈസിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇവിടെ കൊണ്ട് നിർത്താൻ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.